യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെ ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളു. ഈ വേദഭാഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാവുന്നത്, എനിക്കൊന്ന് ഞാൻ തന്നെ ഈ വാക്യങ്ങൾ എടുത്തിവിടെ പറഞ്ഞിട്ടുണ്ട് എന്ന് വിചാരിക്കും. നമ്മളിന്ന് വായിച്ച ഈ വേദഭാഗം, ഇതിൻ്റെ പശ്ചാത്തലവും നമുക്ക് എല്ലാവർക്കും ഒരു പരിധി വരെ അറിയാം. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി, അന്ന് സംഭവിക്കുന്ന സംഭവങ്ങളാണ് മത്തായിയുടെ സുവിശേഷം ഈ 14-ാം അധ്യായം മുമ്പോട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. പൗലോസിൻ്റെ ഭാഷയാണ് കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി എന്നുള്ളത്. അപ്പൊ അവിടെ തനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരെ മാത്രം താൻ വിളിച്ച് തന്നോടുകൂടി ചേർത്ത് തനിക്ക് വേണ്ടി മാത്രം തിരഞ്ഞെടുത്ത വിളിക്കപ്പെട്ടവരെ മാത്രം ഇരുത്തിക്കൊണ്ട് അവരോട് പറയുന്ന വാക്കുകളാണ് ഇന്ന് പകൽക്കാലം നമ്മൾ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. നമുക്കറിയാം, കർത്താവായ യേശു എവിടെ പോയാലും എവിടെയായിരുന്നാലും അവിടെ എന്തുണ്ട്, ഒരു വലിയ ജനസമൂഹം തന്നെ എന്ത് ചെയ്യുമായിരുന്നു, അനുഗമിക്കുമായിരുന്നു. ഒത്തിരി ആൾക്കാർ തന്നെ അനുഗമിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു പ്രസംഗമായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യമായിട്ടോ പറഞ്ഞതല്ല നമ്മൾ ഇവിടെ വായിച്ച്. തനിക്കുള്ളവർക്ക് വേണ്ടി മാത്രമായിട്ട് വന്മാളികയിൽ വിരിച്ചൊരുക്കിയ മുറിക്കകത്ത് താൻ വിളിച്ച് വേർതിരിച്ച് തനിക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി മാത്രം അരുളി ചെയ്ത ദൈവിക വചനങ്ങളാണ് ഇന്ന് ഈ പകൽക്കാലം നമ്മൾ വായിക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. വായിച്ചത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങി പോകരുത്. ഹല്ലേലൂയ. അതിന്റെ പശ്ചാത്തലം നമുക്കറിയാം. അതിന്റെ മുമ്പ് ഹല്ലേലൂയ, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ഈ ഭൂമിയിലെ തൻ്റെ ജനന സംബന്ധമായ കാര്യങ്ങൾ, തൻ്റെ ജീവിതം അല്ലെങ്കിൽ തൻ്റെ മരണം എല്ലാം അടുത്തിരിക്കുന്നു എന്നുള്ള കാര്യങ്ങളും വസ്തുതകളും എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷം ഇനി എന്താണ് സംഭവിക്കുവാൻ പോകുന്നതെന്നുള്ള കാര്യങ്ങളെ പറഞ്ഞ് അല്ലെങ്കിൽ അത് മാത്രമല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു വ്യക്തി എന്നെ എന്ത് ചെയ്യും, ഒറ്റിക്കൊടുക്കും. അല്ലെങ്കിൽ അത് മാത്രമല്ല, നിങ്ങൾ പലരും എന്നെ വിട്ടിട്ട് ഓടിപ്പോകും, പലരും എന്ത് ചെയ്യും, തള്ളിപ്പറയും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ ഒരു പ്രത്യേകമായ മാനസിക നിലയിലാണ് അവിടെ ഉള്ളവരെല്ലാം ആയിരിക്കുന്നത്. അല്ലെ, 13-ാം അധ്യായം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് അതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുവാനായിട്ട് ഇടയായിത്തീരും. അല്ലെ, ഇങ്ങനെ ശിഷ്യന്മാരും എന്ത് ചെയ്തിരിക്കുക, മനോഭാരത്താലായിരിക്കും. അല്ലെ, കാരണം അല്ലെ യേശു എന്ത് ചെയ്യാൻ പോകുവാനായിട്ട് പോകുന്നു. അല്ലെ, അവൻ ഇങ്ങനെ ഒരു സാഹചര്യം അവരുടെ മുമ്പിൽ കടന്നു വന്നപ്പോൾ അല്ലെ കർത്താവിന്റെ മനവും എന്ത് ചെയ്തിരിക്കുക, കലങ്ങി തന്നെയായിരിക്കുന്നത്. അല്ലേ, അല്ലെ. അപ്പൊ അങ്ങനെ വളരെ പേഴ്സണൽ ആയിട്ട് അല്ലെ ഇനി സംഭവിക്കുവാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഇവരോട് വിശദീകരിച്ച് പ്രത്യേകമായ ഒരു മാനസികമായ തലത്തിൽ ഇവരായിരിക്കുമ്പോൾ അവരെ ധൈര്യപ്പെടുത്തുവാൻ കർത്താവ് പറയുന്ന വാക്കുകളാണ് ഇന്ന് പകൽക്കാലം നമ്മൾ വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അവിടെ പറയുന്നത് അല്ലെ നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങിപ്പോകരുത്. അല്ലേലൂയ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, അല്ലേലൂയ, ഹൃദയം കലങ്ങിപ്പോകുക എന്ന് പറയുന്നത് അല്ലേലൂയ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എല്ലാവർക്കും വളരെ വേഗത്തിൽ മനസ്സിലാകും. അല്ലേലൂയ, നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, അല്ലേലൂയ കലങ്ങി പോകാറുണ്ട്. അല്ലേലൂയ, അല്ലേലൂയ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ അല്ലേലൂയ ഇങ്ങനെയുള്ള പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അല്ലേലൂയ പലപ്പോഴും നമ്മുടെ ഹൃദയം കലങ്ങിപ്പോവുക മാത്രമല്ല, അടുത്തുള്ളവരെ കൂടി നമ്മൾ എന്ത് ചെയ്യും, കലങ്ങും. ഹല്ലേലൂയ. അങ്ങനെയുണ്ട്. ഹല്ലേലൂയ. നമുക്കൊരു പ്രയാസം വരുമ്പോൾ അല്ലേലൂയ, നമുക്കൊരു പ്രതിസന്ധി വരുമ്പോൾ അല്ലേലൂയ
നമ്മൾ മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തുന്നതിന് പകരം മറ്റുള്ളവരെ കൂടി എന്ത് ചെയ്യും? കലക്കി വിടും. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവമാകുന്നത് അങ്ങനെയാണ്. ഹല്ലേലൂയ. നമ്മൾക്ക് വ്യക്തിപരമായി എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ ചില ആൾക്കാർ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും നമുക്ക് പ്രയാസമുണ്ടെങ്കിൽ ആ എക്സ്പ്രഷൻ നമ്മൾ എന്ത് ചെയ്യും? മുഖത്ത് കാണിക്കും. മുഖത്ത് കാണിക്കുക മാത്രമല്ല, നമ്മുടെ അടുത്ത് വരുന്നവരോട് എന്ത് ചെയ്യും? അതേ മനോനിലയിൽ തന്നെ നമ്മൾ ഇടപെടുവാനായിട്ട് ഇടയെത്തി. അപ്പൊ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? അല്ലെങ്കിൽ നമുക്കും നമ്മൾ ഓൾറെഡി സങ്കടപ്പെട്ടിരിക്കുന്നു, നമ്മുടെ അടുത്ത് വരുന്നവരെ കൂടി നമ്മൾ എന്ത് ചെയ്യും? സങ്കടപ്പെടുത്തി വിടുവാനായിട്ട് ഇടയെത്തി. അല്ലെങ്കിൽ എന്നാൽ ഇത്ര വലിയ പ്രതിസന്ധി കർത്താവ് താൻ ഇനിയും അനുഭവിക്കുവാൻ പോകുന്ന സിറ്റുവേഷൻ എന്താണെന്ന് മുൻകൂട്ടി ദർശിച്ചുകൊണ്ട് തന്റെ ശിഷ്യന്മാരോട് കാര്യങ്ങളുടെ ഗൗരവം പറഞ്ഞു ബോധ്യപ്പെടുത്തിയതിനു ശേഷം അവരോട് പറയുകയാണ്, ഇതൊക്കെ സംഭവിക്കുമെങ്കിലും, ഇതൊക്കെ സംഭവിക്കേണ്ടതാണ് എങ്കിലും ഞാൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും അവരെന്നെ നിന്ദിക്കുകയും പരിഹസിക്കുകയും അടിക്കുകയും ക്രൂശിൽ തറയ്ക്കുകയും ഒക്കെ ചെയ്യും. നിങ്ങളൊക്കെ എന്ത് ചെയ്യും? എന്നെ വിട്ട് ഓടിപ്പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ട് എങ്കിലും എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഇതൊന്നും നിങ്ങളെ എന്ത് ചെയ്യരുത്? ബാധിക്കരുത്. ഇത് സംഭവിക്കേണ്ടതാകുന്നു. ഇതുപോലെ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഇത്ര വലിയ പ്രതിസന്ധിയുടെ നടുവിൽ, ഇത്ര വലിയ പ്രതികൂലത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് നമ്മുടെ അരുമനാഥനായ കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്ന ആ വാക്കുകളാണ് ഇന്നു പകൽക്കാലം ദൈവം നമ്മളോട് അരുളി ചെയ്യുന്നത്. നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. ജീവിതത്തിൽ പ്രതികൂലങ്ങൾ ഉണ്ടാകാം, ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകാം, ആശങ്കകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകാം. ശിഷ്യഗണങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത് വലിയ ആശങ്കയാണ്. അടുത്ത നിമിഷം കർത്താവിന് ഇത് ഭവിച്ചാൽ എന്തായി, ഇവരുടെ ഭാവി എന്തായി തീരും, ഇവരുടെ ജീവിതം എന്തായി തീരും, എങ്ങനെയാകും ഇനി കാര്യങ്ങളെന്ന് യാതൊരുവിധ ബോധ്യവുമില്ലാതെ നിലവിട്ട് നിൽക്കുന്നവരാര്? ശിഷ്യന്മാർ. അവരോടാണ് പറയുന്നത്, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. ഇതുപോലെ എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന, ദൈവത്തിൽ ശരണം പ്രാപിച്ചിരിക്കുന്ന ദൈവജനത്തോടായിട്ട് ദൈവം പറയുന്നു, ഒന്നിലും നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? കലങ്ങിപ്പോകരുത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ദൈവത്തിൽ എന്ത് ചെയ്യണം? വിശ്വസിക്കുവാനായിട്ട് ഇടയായിത്തീരണം. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കണം, നിങ്ങൾ എന്നിലും വിശ്വസിക്കണം. അടുത്തത് പറയുന്നു, എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങളോട് പറയുമായിരുന്നു. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ആ വാക്കുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. അനേക വാസസ്ഥലങ്ങൾ ഓൾറെഡി എവിടെയുണ്ട്? പിതാവിന്റെ ഭവനത്തിൽ ഉണ്ട്. അതൊക്കെ ഒരുപക്ഷെ നമുക്ക് തരുവാൻ കഴിയും. പക്ഷേ ദൈവം നമുക്ക് തരുവാൻ ആഗ്രഹിക്കുന്നത് കുറച്ചും കൂടി ശ്രേഷ്ഠകരമായത് അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോവുക? സ്ഥലം ഒരുക്കുവാനായിട്ട് പോവുക. അവിടെ വാസസ്ഥലങ്ങളൊക്കെ ഉണ്ടാകാം, പക്ഷെ നിങ്ങൾ എനിക്ക് കുറച്ചും കൂടി പ്രിയപ്പെട്ടവരാ. കാരണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാ. അവിടെ കൂടി നിന്ന് അപ്പം തിന്നാൻ വന്നവരോടോ, അല്ലെങ്കിൽ രോഗസൗഖ്യം ആഗ്രഹിച്ച് വന്നവരോടോ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയുവാൻ വന്നവരോട് ആരോടും പറഞ്ഞ ദൈവത്തിന്റെ വചനമല്ല. തനിക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവരോട് മാത്രമാണ് പറയുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു സ്ഥലം ഒരുക്കുന്നുണ്ട്. അത് ദൈവജനത്തോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തതയാണ്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും ദൈവത്താൽ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവർക്കും വേണ്ടി മാത്രം ദൈവം ഒരുക്കിയിരിക്കുന്ന ശ്രേഷ്ഠകരമായ വാഗ്ദത്തമാണ്, ഞാൻ നിങ്ങൾക്ക് ഒരു വാസസ്ഥലം ഒരുക്കുവാൻ പോയിരിക്കുന്നു. ഞാൻ പോയാൽ ഞാൻ നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കിയാൽ, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും എന്ത് ചെയ്യും? നിങ്ങളെ ചേർത്ത് കൊള്ളും. അതാണ് ദൈവത്തിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ,
ഒരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന ഏതൊരു വ്യക്തിയെയും ഹല്ലേലൂയ ആമേൻ ഹൃദയത്തിന് സന്തോഷം കൊടുക്കുന്ന അല്ലെങ്കിൽ അവന്റെ ആത്മീയ ജീവിതത്തെ പ്രചോദിപ്പിക്കുന്ന അവന്റെ പ്രത്യാശയെ പുതുക്കുന്ന അവന്റെ ജീവിതത്തിന് ഏറ്റവും ഫലകരമാക്കി തീർക്കുന്ന ആമേൻ വാക്യമാണ് ഈ വാക്യം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്താണ് പറയുന്നത്? നമ്മുടെ അരിമനാഥനായ കർത്താവ് അവൻ പോയതുപോലെ തന്നെ എന്ത് ചെയ്യും? മടങ്ങി വരുവാൻ ഇടയായി തീരും. എന്തിനു വേണ്ടിയാ? ഹല്ലേലൂയ. തനിക്ക് വേണ്ടി പ്രത്യാശിച്ചിരിക്കുന്ന, തന്നിൽ പ്രിയം വെച്ചിരിക്കുന്ന അവരെ ചേർക്കുവാൻ അവൻ എന്ത് ചെയ്യും? മടങ്ങി വരുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. ഇതിനെന്തില്ല? മാറ്റമില്ല. ഹല്ലേലൂയ. അമ്മച്ചി പാടിയതുപോലെ ഒലിവുമലയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുങ്ങിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? നമ്മുടെ നാഥന്റെ കാലുകളെ വയ്ക്കുവാൻ. ഹല്ലേലൂയ. ലോക സംഭവങ്ങളൊക്കെ വിളിച്ചറിയിക്കുന്നത് അങ്ങനെ തന്നെയാ. ഇനി കാലവും നേരവും ഒന്നും അധികമൊന്നും ഉണ്ടാകുകയില്ല. ഹല്ലേലൂയ. നമ്മൾ വിചാരിക്കുന്നത് ഈ 2024 വർഷവും ആമേൻ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് കർത്താവിന്റെ വരവല്ലേ? ഹല്ലേലൂയ. ഇപ്പൊ വരും നല്ലേ ആമേൻ 1-ാം നൂറ്റാണ്ട് മുതൽ കേൾക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല കേട്ടോ. ഹല്ലേലൂയ. 1-ാം നൂറ്റാണ്ടിൽ നിന്ന് കേട്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്ന പല ആമേൻ പ്രവചനങ്ങളും പല സംഭവങ്ങളും ഓരോ ദിവസവും നിറവേറിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഹല്ലേലൂയ നമുക്ക് ഒരുപക്ഷെങ്കിൽ നമ്മുടെ ആയുസ്സിൽ തന്നെ ഹല്ലേലൂയ കർത്താവിന്റെ വരവ് സാധ്യമാകുമെന്നാണ് ലോക സംഭവം നമ്മളെ വിളിച്ചറിയിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നത് ഹല്ലേലൂയ നമ്മൾ ജീവിച്ചിരിക്കുമ്പോഴാണെങ്കിലും നമ്മളുടെ മരണത്തിന് ശേഷമാണെങ്കിലും ഹല്ലേലൂയ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശ എല്ലായ്പ്പോഴും എന്ത് ചെയ്യണം? നമ്മുടെ മനസ്സിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ വരവിന് വേണ്ടിയുള്ള ആ ഒരു വലിയ പ്രത്യാശ, ആ ഒരു വലിയ വാഞ്ച ഹല്ലേലൂയ എല്ലാ ദൈവമക്കളിലും ഉണ്ടാകണം. അതിന്റെ അർത്ഥം ഹല്ലേലൂയ മറ്റു കാര്യങ്ങൾക്കൊന്നും നമ്മൾ ഇടപെടരുത് എന്നുള്ള അർത്ഥത്തിലല്ല. ഹല്ലേലൂയ നമ്മൾ കർത്താവ് വരുമല്ലോ, ഞങ്ങൾ മരിക്കുമല്ലോ, അല്ലെങ്കിൽ ഞങ്ങൾ പോകുമല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യണ്ട എന്നുള്ള അർത്ഥത്തിലല്ല. ഹല്ലേലൂയ ആമേൻ. നമ്മുടെ പ്രയോറിറ്റി ദൈവത്തിന്റെ വരവിന് വേണ്ടിയായിരിക്കണം. ഹല്ലേലൂയ. നമ്മളുടെ ആമേൻ ഹല്ലേലൂയ ജീവിതത്തിൽ എല്ലായ്പ്പോഴും ആശയും പ്രത്യാശയും ഉണ്ടാകേണ്ടത് കർത്താവിന്റെ വരവിന് വേണ്ടി. നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഇടപെടുമ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഹല്ലേലൂയ മറന്നു പോകരുത്. ആമേൻ വാഗ്ദത്തം ചെയ്ത കർത്താവ് എന്ത് ചെയ്യും? മടങ്ങി വരുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. അവന്റെ വരവിന് വേണ്ടി എല്ലായ്പ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നമ്മൾ താഴേക്കുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ അവിടെ വായിക്കുന്നത് ഹല്ലേലൂയ കർത്താവ് ആമേൻ ഹല്ലേലൂയ ഞാൻ പോകുന്ന ഇടത്തേക്ക് എന്ത് ചെയ്യും? നിങ്ങളെ കൊണ്ടുപോകുവാനായിട്ട് ഇടയായി തീരും. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തും, ഞാൻ ആകുന്ന ഇടത്ത് നിങ്ങളെ എന്ത് ചെയ്യും? എത്തിക്കുവാനായിട്ട് ഇടയായി തീരും. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ ദൈവജനമായ നമ്മളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് അവൻ ചില ഉപമകളാല് ഹല്ലേലൂയ അവൻ കർത്താവിന്റെ വരവ് വരെ നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ വചനം അവൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ അവൻ കർത്താവിന്റെ വരവോളം ഹല്ലേലൂയ നമ്മൾ ചെയ്യേണ്ടുന്ന ചില കാര്യങ്ങളെ കുറിച്ച് വേഗത്തിൽ പറഞ്ഞ് ഞാൻ ഇരിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാമത്തെ അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യം. ഹല്ലേലൂയ. ഞാൻ
ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുന്നത് ഹല്ലേലൂയ. ആമേൻ. 10 പേരെ വിളിച്ച് ചില ഉത്തരവാദിത്തങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏൽപ്പിക്കുന്ന ഒരു ഉപമ നമ്മളിവിടെ വായിക്കുകയാണ്. ഹല്ലേലൂയ. അവരോട് പറയുന്നുണ്ട് ഹല്ലേലൂയ, ഞാൻ ഈ തന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വ്യാപാരം ചെയ്യും. ഹല്ലേലൂയ. എന്നാൽ ചിലര് അവർക്ക് കിട്ടിയ വെള്ളി കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ ആ അനുഗ്രഹം കൊണ്ട് അവരെന്ത് ചെയ്തു, ഒന്നാമത്തെ പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, 10 കൂടി കൂട്ടി ഇല്ലേ. രണ്ടാമത്തെ പറയുന്നത് ഞാൻ അതിന്റെ കൂട്ടത്തിൽ 5 കൂടെ കൂട്ടി. ഹല്ലേലൂയ. അപ്പൊ ദൈവം കൊടുത്തതിനെ ഹല്ലേലൂയ, അല്ലെങ്കിൽ യജമാനൻ അവർക്ക് കൊടുത്തതിനെ അവരെന്ത് ചെയ്യുന്നു, വിശ്വസ്തയോടെ വ്യാപാരം ചെയ്ത് അതിനെ വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരും. എന്നാൽ മറ്റൊരുവൻ പറയുന്നത് ഹല്ലേലൂയ, എനിക്ക് തന്നതിനെ ഞാൻ എന്ത് ചെയ്തില്ല, നഷ്ടപ്പെടുത്തിയൊന്നുമില്ല. ഹല്ലേലൂയ. എന്നാൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, അത് കെട്ടി സൂക്ഷിച്ച് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹല്ലേലൂയ. യജമാനൻ അവന് കൊടുത്ത് അവനോട് പറഞ്ഞത് എന്താ, നീ ഇതിനെ വ്യാപാരം ചെയ്യണം. ഹല്ലേലൂയ. ഇതിനെ എന്ത് ചെയ്യണം, വർദ്ധിപ്പിക്കുവാനായിട്ട് ഇടയായി തീരണമെന്ന് അവനോട് അരുളി ചെയ്ത വാക്കുകളെ നിരസിച്ചിട്ട് ഹല്ലേലൂയ, അവൻ ചില തത്വങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഹല്ലേലൂയ. അവൻ പറയുന്ന തത്വമൊക്കെ ഹല്ലേലൂയ വലിയ 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 കാര്യങ്ങളാണ് പറയുന്നത്. ഹല്ലേലൂയ. നമ്മൾ ചെയ്യാത്തതിനെ ഒന്നും നമ്മൾ എന്ത് ചെയ്യരുത്, അനുഭവിക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെയുള്ള അവൻ കുറെ തത്വങ്ങളൊക്കെ പറയുന്നുണ്ട്. ഹല്ലേലൂയ. എന്നാൽ യജമാനൻ ആവശ്യം അവന്റെ തത്വമല്ലായിരുന്നു, അവന് കൊടുത്ത അവൻ ഹല്ലേലൂയ കാര്യങ്ങളെ യജമാനന്റെ ഇഷ്ടപ്രകാരം എന്ത് ചെയ്യുക, വ്യാപാരം ചെയ്ത് അതിനെ വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് യജമാനന്റെ ആഗ്രഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, താൻ മടങ്ങി വരുവോളം ചെയ്യുവാൻ ചില കാര്യങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ വേലക്കാരെ അല്ലെങ്കിൽ ഈ പ്രിയപ്പെട്ടവരെ എന്ത് ചെയ്തിട്ടുണ്ട്, താൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അതിൽ വിശ്വസ്തനല്ലാതിരുന്നവൻ എന്താണ് പറയുന്നത്, ഹല്ലേലൂയ, അവനെ കുറിച്ച് പറയുന്നത് ഹല്ലേലൂയ, നീ ആരാണ്, ദുഷ്ടദാസനാണ്. ഹല്ലേലൂയ. കാരണം ഞാൻ നിന്നെ ഏൽപ്പിച്ചിരുന്നതിന് നീ എന്ത് ചെയ്തിട്ടില്ല, പ്രയോജനപ്പെടുത്തിയില്ല, അതിന്റെ നിലകളിൽ എന്ത് ചെയ്തില്ല, നീ വിനിയോഗിച്ചില്ല എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇത് പലരും കേൾക്കുന്ന ദൈവജനമേ ഹല്ലേലൂയ, ആമേൻ, കർത്താവ് നമ്മെ ഓരോരുത്തരെയും പലവിധമായ ആമേൻ ഹല്ലേലൂയ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ദൈവം നമ്മെ എന്ത് ചെയ്തിട്ടുണ്ട്, ഏൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയിട്ടാ, വ്യാപാരം ചെയ്യുവാൻ. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ആരും മോശക്കാരല്ല. ഹല്ലേലൂയ. ഒന്നിനല്ലെങ്കിൽ മറ്റൊന്നിൽ നമുക്ക് എന്തുണ്ട്, നല്ല താലന്തുകളുണ്ട്. ഹല്ലേലൂയ. ചിലർക്ക് പ്രസംഗിക്കാനായിരിക്കാം, ചിലർക്ക് പാടാനായിരിക്കാം, ചിലർക്ക് സുവിശേഷം പറയാനായിരിക്കാം, ചിലർക്ക് നല്ല ജീവിതം നയിക്കുവാനായിരിക്കാം, ചിലർക്ക് നന്മ ചെയ്യുവാനായിരിക്കാം. ഹല്ലേലൂയ. എന്ന് വേണ്ട ഏതെല്ലാം നിലകളിൽ ദൈവനാമം മഹത്വപ്പെടുമോ ആ നിലകളിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും ദൈവം എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നൽകിയിട്ടുണ്ട്. എന്നാൽ അതിനെ നമ്മൾ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അതിനെ നമ്മൾ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. നിനക്ക് കിട്ടിയ 10നോട് നീ 10 കൂടെ ചേർത്തില്ലെങ്കിലും ഹല്ലേലൂയ, ഹല്ലേലൂയ, നീ ഒരു ശ്രമം നടത്തിയ ദൈവം ആഗ്രഹിക്കുന്നത് അതാണ്. ഹല്ലേലൂയ. നിനക്ക് ഉള്ള കഴിവുകളെ വെച്ച് നീ എന്ത് ചെയ്യണം, പരിശ്രമിക്കുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. നീ വലിയ രീതിയിൽ അതിനെ വ്യാപാരം ചെയ്ത് നീ വലിയ ഉണർവ് കൺവെൻഷനൊന്നും ആയില്ല, അല്ല ഉണർവ് പ്രാസംഗികനൊന്നും ആയില്ലെങ്കിലും ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവവചനം പഠിച്ച് നിശ്ചയം പ്രാപിച്ച് ഒരുവൻ നിന്നോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഹല്ലേലൂയ തെറ്റുകൂടാതെ വിവരിച്ചു കൊടുക്കുവാനുള്ള കഴിവെന്തുണ്ട്, നിനക്കുണ്ട്. ഹല്ലേലൂയ. അത് നീ എന്ത് ചെയ്യണം, സ്വയമായിട്ട് ഉണ്ടാക്കിയെടുക്കണം. ഹല്ലേലൂയ. അതിന് നീ എന്ത് ചെയ്യണം, ഒരു പരിശ്രമം നടത്തണം. ഹല്ലേലൂയ. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇത് വാക്യമായി കേൾക്കുന്ന ദൈവജനമേ ഹല്ലേലൂയ, കർത്താവ് വരുവോളം ചെയ്യുവാൻ അനേക കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ദൈവം നമ്മളെ ഭരമേൽപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതിൽ ഒന്നാമത്തേതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആമേൻ കഴിവുകൾ, താലന്തുകൾ, ദൈവം നമുക്ക് നൽകുന്ന അവസരങ്ങൾ. ഹല്ലേലൂയ. ഇതിനെയൊക്കെ ഏത് വിധത്തിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് ദൈവം ആമേൻ കണക്കെടുത്തത്. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കരം ബലപ്പെട്ടിരിക്കുമോ. ഹല്ലേലൂയ. ബലപ്പെട്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ആമേൻ, ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ കൃത്യതയോടെ ചെയ്യണം,
വ്യാപാരം ചെയ്യുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ, ഹല്ലേലൂയ, ദൈവം ആമേൻ ഹല്ലേലൂയ വിചാരിക്കുന്ന നിലകളിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ വ്യാപാരം ചെയ്യുവാനായിട്ട് ഇടയായി തീരണം. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് വരുവോളം നമ്മൾ ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ കാര്യം, ദൈവം നമ്മെ ഫലമേൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ നോക്കിയാണ് നല്ലവരും വിശ്വസ്തനുമായ ദാസനെ എന്ന് ദൈവത്തിന്റെ വിളി കേൾക്കുവാൻ ഇടയായി തീരുകയുള്ളൂ. അല്ല എങ്കിൽ നമ്മളെയും വിളിക്കുന്നത് എന്തായിരിക്കാം? ദുഷ്ട ദാസനെ എന്നുള്ള വിളിയായിരിക്കാം. ഹല്ലേലൂയ. അപ്പൊ ദൈവം നൽകിയിരിക്കുന്ന ആമേൻ താലന്തുകൾ അതെന്തുമായിക്കൊള്ളട്ടെ, ഹല്ലേലൂയ, അത് പല വിധത്തിലായിരിക്കും. ദൈവം നൽകിയിരിക്കുന്ന കൃപാവരങ്ങളുണ്ട്, ഹല്ലേലൂയ, ദൈവം നൽകിയിരിക്കുന്ന താലന്തുകളുണ്ട്. അതിനെയൊക്കെ ഏത് നിലകളിൽ നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരിക്കലും അതിനെ കുഴിച്ചിടുവാനായിട്ടല്ല, ഒരിക്കലും അതിനെ ഹല്ലേലൂയ ആമേൻ വ്യാപാരം ചെയ്യുവാതിരിക്കാനല്ല ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് അതിന്റെ നിലകളിൽ നമ്മൾ എന്ത് ചെയ്യണം? വിനിയോഗിക്കുവാനായിട്ട് ഇടയായി തീരണം. അങ്ങനെയെങ്കിൽ മാത്രമേ അത് ദൈവത്തിന് പ്രയോജനമുള്ളതായി മാറുകയുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് വരുവോളം നമ്മൾ ചെയ്യേണ്ടുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതിനെ വ്യാപാരം ചെയ്യുവാനായിട്ട് ഇടയായി തീരണം. രണ്ടാമതായിട്ട് വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? വെളിപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യം വേദത്തിൽ വായിക്കാമോ? ഹല്ലേലൂയ. ഇവിടെ നമ്മൾ വായിക്കുന്നത് തുയത്തര സഭയോടുള്ള ആമേൻ കർത്താവിന്റെ ഒരു ദൂതാണ് നമുക്ക് അവിടെ വായിക്കുവാനായിട്ട് കഴിയുന്നത്. അവിടെ നമുക്ക് കാണുന്നത് ചില മുന്നറിയിപ്പുകളും ചില ശാസനകളും എന്ത് ചെയ്യുന്നുണ്ട് അവിടെ കൊടുക്കുന്നുണ്ട്. അതിന്റെ മുകളിലേക്കുള്ള ഭാഗങ്ങൾ നമ്മൾ വായിക്കുള്ളത് കുറച്ചും കൂടി വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കാണുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ തുയത്തര സഭയിലെ ഹല്ലേലൂയ മഹാഭൂരിപക്ഷം വിശ്വാസികളും എങ്ങനെയുള്ളവരായിരുന്നു എന്ന് ചോദിച്ചാൽ അവർ ദൈവത്തോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തിയവരായിരുന്നു എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ആമേൻ സഭയ്ക്കകത്ത് ലോകമയത്വം എന്ത് ചെയ്തു? കയറിക്കൂടുവാനായിട്ട് ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇസബേലിനെ പ്രവാചകിയാക്കി അവളുടെ പ്രവചനങ്ങൾ കേൾക്കുകയും അവൾക്ക് സ്വൈര വ്യവഹാരം നടത്തുവാനുള്ള അവസരവും എന്ത് ചെയ്തു? സഭയ്ക്കകത്ത് കൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ദൈവസഭ ആചരിക്കേണ്ടുന്ന ഹല്ലേലൂയ വേർപാടിനെ, ദൈവസഭ ആചരിക്കേണ്ടുന്ന വിശുദ്ധിയെ ഹല്ലേലൂയ അതിന്റെ നിലയിൽ പ്രയോജനപ്പെടുത്താതെ ലോകമയത്വം എവിടെ കയറി? ദൈവസഭയ്ക്കുള്ളിൽ കയറിക്കൂടുവാനിടയായി തീർന്നു. നമ്മൾ അതിന്റെ തുയത്തര സഭയോടുള്ള ദൂത് ആദ്യം മുതൽ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് ഇടയായി തീർന്നു. തന്മുഖാന്തരമായിട്ടാണ് ദൈവത്തിന്റെ ആത്മാവ് ആ ദൈവസഭയോട് വിളിച്ചു പറയുകയാണ്. നമ്മൾ വായിച്ച വേദഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി ഒന്ന് വായിക്കാമോ? 25-ാമത്തെ വാക്യം. മതി. ഹല്ലേലൂയ. അതിന്റെ മേൽ പറഞ്ഞ മഹാഭൂരിപക്ഷം വിശ്വാസികളും എങ്ങനെയുള്ളവരായി തീർന്നു? ലോകമയത്വം കയറിക്കൂടിയ ആ നിലകളിലാണ് അവരെന്ത് ചെയ്യുന്നത്? അവരുടെ ജീവിതം നയിക്കുന്നത്. എന്നാൽ അതിന് വിപരീതമായി ഹല്ലേലൂയ ഒരു ചെറിയ കൂട്ടം എന്ത് ചെയ്യുന്നുണ്ട്? ആ സഭയ്ക്കുള്ളിൽ ശേഷിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഒരു ചെറിയ കൂട്ടം ഹല്ലേലൂയ മഹാഭൂരിപക്ഷവും ഹല്ലേലൂയ ലോകമയത്വത്തിലാണെങ്കിൽ പോലും ഹല്ലേലൂയ അതിൽ നിന്ന് ഒഴിഞ്ഞ ഒരു ചെറിയ കൂട്ടം എവിടെയുണ്ട്? തുയത്തര സഭയിൽ ഉണ്ട്. ഹല്ലേലൂയ. അവരോടാണ് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് ഹല്ലേലൂയ അവര് ഈ സാത്താന്റെ ആഴങ്ങളെ എന്ത് ചെയ്തു? അറിഞ്ഞു. ഈ ഉപദേശത്തിന്റെ പെശകുകളെ അവരറിഞ്ഞു. ഹല്ലേലൂയ. സാത്താന്റെ ആഴങ്ങളെ അവരറിഞ്ഞു. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് കൽപ്പിച്ച പ്രവൃത്തികളെ അനുഷ്ഠിക്കുവാൻ താല്പര്യം കാണിച്ചവരാണ്. ഹല്ലേലൂയ. അവരോടാണ് പറയുന്നത്. ഹല്ലേലൂയ. എന്താ പറഞ്ഞത്? ഹല്ലേലൂയ. ഈ ഉപദേശം കൈക്കൊള്ളാത്ത ആ ചെറിയ ഗ്രൂപ്പിനോടാണ് പറയുന്നത്. ഹല്ലേലൂയ. നിനക്കുള്ളത് നീ എന്ത് ചെയ്യുക? ഞാൻ വരും വരെയും പിടിച്ചുകൊള്ളുക. ഹല്ലേലൂയ. എന്താണ്? ഹല്ലേലൂയ. ഒന്ന്
നീ അറിഞ്ഞ ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ. ആമേൻ, നീ അറിഞ്ഞ വിശ്വാസം, ഹല്ലേലൂയ. നീ അറിഞ്ഞ ദൈവ സ്നേഹം, ഹല്ലേലൂയ. അതിനെ എന്ത് ചെയ്തു? ഹല്ലേലൂയ. ആമേൻ, മഹാഭൂരിപക്ഷത്തിന്റെ അഭിപ്രായത്തിനനുസൃതമായിട്ട് നിന്റെ ജീവിതത്തെ എന്ത് ചെയ്തില്ല? നീ മാറ്റിയില്ല, ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, പലപ്പോഴും ദൈവസഭയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു വീഴ്ച എന്ന് പറയുന്നത്, ഹല്ലേലൂയ, നമ്മൾ എന്ത് ചെയ്യുകയാണ്? ഹല്ലേലൂയ, ഒരു ഗ്രൂപ്പിന്റെ ഒരു ഒഴുക്കിനനുസൃതമായി നമ്മൾ എന്ത് ചെയ്യും? ഒഴുകിപ്പോകുവാനായിട്ട് ഇടയായിത്തീരും, ഹല്ലേലൂയ. പലപ്പോഴും സംഭവിച്ചിരിക്കുന്ന വീഴ്ച അവിടെ, ഹല്ലേലൂയ. ഒത്തിരി പേര് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ. എന്നാൽ ദൈവം എന്താണോ നിന്നോട് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്, എന്താണോ ദൈവത്തിന്റെ ഹിതം, എന്താണോ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അടിസ്ഥാനപരമായ ഉപദേശം എന്തെന്ന് തിരിച്ചറിഞ്ഞ ദൈവജനം, ഹല്ലേലൂയ, ദൈവവചനത്തിന് എന്ത് ചെയ്യും? വില കൊടുക്കുവാനിടയായി തീരും, ഹല്ലേലൂയ. അവരെ സംബന്ധിച്ചിടത്തോളം, ഹല്ലേലൂയ, ഈ ലോകത്തിലുള്ളതൊന്നും അവരെ എന്ത് ചെയ്യുന്നില്ല? ഭ്രമിപ്പിക്കുന്നില്ല, ഹല്ലേലൂയ. ഈ ലോകത്തിലെ അനുഗ്രഹങ്ങളോ, ഈ ലോകത്തിലെ നന്മകളോ, ഈ ലോകത്തിലെ, ഹല്ലേലൂയ, മരണം കൊണ്ട് അവസാനിക്കുന്നതൊന്നും അവരുടെ കണ്ണിനെ എന്ത് ചെയ്യുന്നില്ല? ഹല്ലേലൂയ, മഞ്ഞളിപ്പിക്കുന്നില്ല. അവർ പ്രത്യാശ വെച്ചിരിക്കുന്നത് ദൈവത്തിങ്കല, ഹല്ലേലൂയ. അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് കർത്താവിങ്കലായതുകൊണ്ട് ഈ ലോകത്തിന്റെ ഒരു, ഹല്ലേലൂയ, മായയും അവരെ എന്ത് ചെയ്യുന്നില്ല? ഭ്രമിപ്പിക്കുന്നില്ല എന്നാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ, ഹല്ലേലൂയ, നിനക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളണം. എന്ത്? ദൈവത്തിന്റെ വചനം, ഹല്ലേലൂയ, ദൈവത്തിന്റെ സ്നേഹം, ഹല്ലേലൂയ, ഈ രക്ഷയുടെ സന്തോഷം, ഹല്ലേലൂയ, അടിസ്ഥാനപരമായ ദൈവിക ഉപദേശങ്ങളെ ഹല്ലേലൂയ, അവസാനത്തോളം നീ എന്ത് ചെയ്യണം? പിടിച്ചുകൊള്ളുവാനായിട്ട് ഇടയായി തീരണം, ഹല്ലേലൂയ. അത് കർത്താവ് വരുവോളം നീ ചെയ്യുവാണെങ്കിൽ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്നെ ഞാൻ ആരാക്കി മാറ്റും? ജാതികളെ ഭരിക്കുന്ന ഉന്നതിയിലേക്ക് ദൈവം എന്ത് ചെയ്യും? നിന്നെ ഉയർത്തുവാനായിട്ട് ഇടയായി തീരും, ഹല്ലേലൂയ. ജയിക്കുന്നവർക്ക് മാത്രമേ ദൈവം ഇപ്രകാരമുള്ള അനുഗ്രഹങ്ങളെ കൊടുത്തിട്ടുള്ളൂ, ഹല്ലേലൂയ. ഇന്ന് പോൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് തന്നെയാ. ഒന്ന്, ഹല്ലേലൂയ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന താലന്തുകളെ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതിനെ ദൈവനാമത്തിന് മഹത്വത്തിന് വേണ്ടി എന്ത് ചെയ്യണം? വ്യാപാരം ചെയ്യുവാനിടയായി തീരണം, ഹല്ലേലൂയ. രണ്ട്, ദൈവിക ഉപദേശങ്ങളെ അവസാനത്തോളം എന്ത് ചെയ്യണം? പിടിച്ചുകൊള്ളുവാനായിട്ട് ഇടയായി തീരണം, ഹല്ലേലൂയ. അത് ഏത് പ്രതിസന്ധിയുടെ നടുവിലും, ഏത് പ്രതികൂലത്തിന്റെ നടുവിലും, ഏത് പ്രലോഭനങ്ങളുടെ നടുവിലും ദൈവത്തിന്റെ വചനത്തെ അതതിന്റെ നിലയിൽ സത്യസന്ധതയോടെ എന്ത് ചെയ്യണം? ഉൾക്കൊണ്ട് അതിനുവേണ്ടി വില കൊടുക്കുവാൻ ഇടയായി തീർന്നാൽ ദൈവം നിന്നെ എന്ത് ചെയ്യും? വാസ്തവമായി അനുഗ്രഹിക്കുവാനായിട്ട് ഇടയായി തീരും, ഹല്ലേലൂയ. മൂന്നാമതായിട്ടുള്ള കാര്യങ്ങൾ വേഗം പറഞ്ഞ് നിർത്തുവാൻ ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ, 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 5-ാമത്തെ വാക്യം. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പ് എന്ത് ചെയ്യരുത്? ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ എന്ത് ചെയ്യും? വെളിപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരും, ഹല്ലേലൂയ. കർത്താവ് വരുവോളം നമ്മൾ എന്ത് ചെയ്യരുത്? സമയത്തിന് മുമ്പ് ഒന്നിനെയും വിധിക്കരുത്, ഹല്ലേലൂയ. ദൈവമക്കളുള്ള ദൈവത്തിന്റെ ഹല്ലേലൂയ അരുളപ്പാടാണ്, ഹല്ലേലൂയ. സമയത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണ്ട? ഒന്നിനെ വിധിക്കേണ്ട. അത് പറയാനുള്ള കാരണം, അതിന്റെ പശ്ചാത്തലം നമ്മൾ നോക്കിയാൽ, ഹല്ലേലൂയ, പൗലോസ് അപ്പോസ്തലന്റെ അപ്പോസ്തലത്വത്തെയും, ഹല്ലേലൂയ, അത് മാത്രമല്ല, ഹല്ലേലൂയ, അവന്റെ ശുശ്രൂഷകളെയും എല്ലാം ഹല്ലേലൂയ വിമർശിക്കുന്ന ഒരു വലിയ ഗ്രൂപ്പ് എവിടെ ഉണ്ടായിരുന്നു? കൊരിന്ത്യ സഭയിലുണ്ട്, ഹല്ലേലൂയ. അവര് വിമർശിക്കുന്നത് അപ്പോസ്തലത്വത്തെയും അവന്റെ ശുശ്രൂഷകളെയും ഒക്കെ കണ്ണുമടച്ച് വിമർശിക്കുന്ന ഒരു ഗ്രൂപ്പ് എവിടെയുണ്ട്? ഈ ദൈവസഭയ്ക്കുള്ളിൽ ഉണ്ടായിരുന്നു, ഹല്ലേലൂയ. എന്നാൽ അവരോട് പറയുകയാണ്, ഹല്ലേലൂയ, അതിന്, ഹല്ലേലൂയ, അവരോട് പകരമൊന്നും ചെയ്യുവാനല്ല ആഗ്രഹിച്ചത്, ഹല്ലേലൂയ. അവരെ ഉപദേശിക്കുക ചെയ്തത്, എന്ത് ചെയ്യണം? നിങ്ങൾ സമയത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണ്ട? ആരെയും വിമർശിക്കേണ്ട, ഹല്ലേലൂയ. ആരെയും എന്ത് ചെയ്യണ്ട? സമയത്തിന് മുമ്പ് ഒന്നിനെയും കുറിച്ചും വിധിക്കരുത് എന്നാണ് അപ്പോസ്തലനോട് ഓർമ്മപ്പെടുത്തുവാനായിട്ട് ഇടയായി തീരുന്നത്. എന്നാൽ അവിടെ വിമർശിക്കപ്പെടേണ്ടുന്ന കാര്യങ്ങളുണ്ടായിരുന്നു, അവിടെ വിധിക്കേണ്ടുന്ന പല കാര്യങ്ങളും ആ ദൈവസഭയ്ക്കുള്ളിൽ
നടക്കുന്നുണ്ടായിരുന്നു. ഹല്ലേലൂയ. അതിനെ ഒന്നും എന്ത് ചെയ്യുന്നില്ല, അഡ്രസ് ചെയ്യാതെ, ഹല്ലേലൂയ, അവിടെയുള്ളവർക്കാർക്കും അതെന്ത് ചെയ്തില്ല, അതൊരു തെറ്റായി തോന്നിയില്ല. ഹല്ലേലൂയ. എന്നാൽ ആമേൻ പൗലോസിനെ കുറിച്ചും ഹല്ലേലൂയ തന്റെ ശുശ്രൂഷകളെ കുറിച്ചുമായിരുന്നു അവർക്ക് എന്തുണ്ടായിരുന്നത്, ആക്ഷേപമുണ്ടായിരുന്നത്. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, പലപ്പോഴും ദൈവമക്കളായിരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഹല്ലേലൂയ, നമ്മൾ തന്നെ ചിന്തിക്കുക, ഹല്ലേലൂയ, നമ്മൾ ഒന്നിനെയും എന്ത് ചെയ്യരുത്, വിധിക്കരുത്. ഹല്ലേലൂയ. ദൈവമാണ് എന്ത് ചെയ്യുന്നത്, വിധിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ആരെയും വിധിക്കുവാനോ ആരെയും വിലയിരുത്തുവാനോ ആരെക്കുറിച്ചും ഹല്ലേലൂയ ആമേൻ എന്തും പറയുവാനുള്ള യാതൊരു സാഹചര്യവും ദൈവമക്കളായ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇല്ല. ഹല്ലേലൂയ. കാരണം എന്താ, ഹല്ലേലൂയ, നമ്മളല്ല വിധിക്കുന്നത്, ദൈവമാണ് വിധിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് വരുവോളം നമ്മൾ എന്ത് ചെയ്യരുത്, സമയത്തിന് മുമ്പ് ഒന്നിനെയും വിധിക്കരുത്. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുമാണ് ആമേൻ ജീവിത വിശുദ്ധി എന്ത് ചെയ്യുന്നത്, കാത്തു സൂക്ഷിച്ച് അവസാനത്തോളം നിൽക്കുവാനായിട്ട് ഇടയായിത്തീരുന്നത്. ഹല്ലേലൂയ. ആമേൻ അവസാനമായി പറയുന്നത്, കർത്താവ് വരുവോളം നമ്മൾ എന്ത് ചെയ്യണം, അവന്റെ മരണത്തെ പ്രസ്താവിക്കുവാനായിട്ട്. എന്ന് പറഞ്ഞാൽ എന്താ, ആമേൻ സുവിശേഷത്തെ എല്ലായ്പ്പോഴും പ്രസ്താവിക്കുന്നവരാകണം ദൈവമക്കളായിരിക്കും നമ്മൾ. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് വരുവോളം നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? ഒന്ന്, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, കർത്താവ് വരുവോളം നമ്മൾ വ്യാപാരം ചെയ്യുവാനായിട്ട് ഇടയായിത്തീരണം. ഹല്ലേലൂയ. രണ്ട്, ആമേൻ, കർത്താവ് വരുവോളം നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവകൃപയെ ആമേൻ പിടിച്ചു നിൽക്കുവാനായിട്ട് ഇടയായിത്തീരണം. മൂന്ന്, കർത്താവ് വരുവോളം ഹല്ലേലൂയ സമയത്തിന് മുമ്പ് നമ്മൾ ഒന്നിനെയും വിധിക്കരുത്. കർത്താവ് വരുവോളം നമ്മൾ എന്ത് ചെയ്യണം, അവന്റെ മരണത്തെ പ്രസ്താവിച്ച് കർത്താവിനോടുള്ള രക്ഷയെ പ്രസ്താവിച്ച് ദൈവത്തിന് വേണ്ടി ആമേൻ ആത്മാക്കളെ നേടുന്നവരായി ദൈവനാമത്തിന് വേണ്ടി പ്രയോജനമുള്ളവരെ നിൽക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അങ്ങനെയുള്ളവരോടാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്, കലങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ ചേർത്തുകൊള്ളുമെന്ന് പറയുന്നത് ഇപ്രകാരം അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന് കൊള്ളാകുന്ന നല്ല ക്രിസ്തീയ ജീവിതം നയിക്കുന്ന വ്യക്തികളോടാണ് ഇന്ന് പോൽക്കാലം ദൈവത്തിന്റെ ആത്മാവ് ഇത് ഓർമ്മപ്പെടുത്തിയത്. അങ്ങനെയെങ്കിൽ നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം.